ഇൻസ്പെക്ടർ പാണ്ട. അയ്യോ, മാഡം സാറിന് വേണ്ടി ക്യാരറ്റ് ഹൽവ തന്നയച്ചിരിക്കുകയാണ്. എന്റെ ഫേവറേറ്റ് ക്യാരറ്റ് ഹൽവ. ഹലോ കമ്മീഷണർ സാർ, സുഖമാണോ? ഇപ്പോൾ നഗരം ശാന്തമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ സന്തോഷിച്ചിരിക്കുകയാണ്. സന്തോഷിച്ചിരിച്ചിട്ട് എന്താ കാര്യമുള്ളത്? സാറിനങ്ങ് ചിരിച്ചാ പോരെ? സാറ് പറഞ്ഞത് അങ്ങനെയല്ല, സന്തോഷിച്ചിരിക്കുകയാണെന്നാണ്. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ ഇൻസ്പെക്ടർ പാണ്ടക്ക് ഇത് കൊടുക്കാൻ വേണ്ടി വന്നതാ. സംശയമുണ്ടോ? മലുവ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കഴിച്ചോളാം. കൊള്ളാം, നല്ല സ്വാദുണ്ട്. അത് പിന്നെ ഞാൻ പുതിയ 2 കോൺസ്റ്റബിൾസിനെ കൊണ്ടുവന്നിട്ടുണ്ട്, കൊച്ചുണ്ണി, വല്യുണ്ണി. സാറേ, ഇത് ക്രിമിനൽ കൊച്ചുണ്ണിയും വലിയുണ്ണിയല്ലേ? ക്രിമിനൽസ് ആയിരുന്നു, ഇപ്പോൾ കോൺസ്റ്റബിൾസ് ആണ്. ഞാൻ ആക്കിയതാ. പക്ഷേ സാർ, സോർദാറെ, നമ്മൾ കുറ്റങ്ങളെയാണ് വെറുക്കേണ്ടത്, അല്ലാതെ കുറ്റവാളികളെ അല്ല. ഇവർ നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാർ, ഇവരൊരിക്കലും നന്നാവില്ല. സംശയമുണ്ടോ? ഞാൻ ഇവരെ നന്നാക്കിയെടുക്കും. ഇൻസ്പെക്ടർ പാണ്ട, ഇവരെ ഹെറാത്തി മാളിന്റെ സെക്യൂരിറ്റികളാക്കിയാൽ മതി. ഇനി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അഥവാ ഇവരാ മോളിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ട് പോയി കഴിഞ്ഞാലും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇട കഴുതേ, അത് ഹെറാത്തി മോളല്ല, അത് പണക്കാരനായ ഒരു സേട്ടന്റെ ബംഗ്ലാവാ. ഇനി ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ലെന്ന് ഞങ്ങൾ സാറിന് വാക്ക് കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ നല്ലവരായിരിക്കുകയാണ്. കേട്ടില്ലേ? ഇനി ഇവരെ ഡ്യൂട്ടിയിൽ നിയമിക്കൂ ഇൻസ്പെക്ടർ പാണ്ട. ഇപ്പൊ ഈ അലുവയും തീർന്നു പോയി, പിന്നെ ഈ പാത്രം ഒന്ന് കഴുകി കൊടുത്തേക്ക് പാണ്ട. അടിപൊളി, നമുക്ക് രണ്ടുപേർക്ക് ലോട്ടറി അടിച്ചു. ഹെറാത്തി സേട്ടിന്റെ വീട് വരെ എത്തി നമ്മൾ. ഇതിപ്പോ നമ്മുടെ ജോലി എളുപ്പമായിരിക്കാണ്. നമ്മൾ ഇന്ന് രാത്രി തന്നെ ഹെറാത്തി ബംഗ്ലാവിലെ കാരണവരുടെ സ്വർണ്ണ കസേര അടിച്ചു മാറ്റിയിരിക്കും. ഇൻസ്പെക്ടർ പാണ്ട, കൊച്ചുണ്ണിയും വലിയുണ്ണിയും ഇതുവരെ നന്നായിട്ടില്ല. അവർ ഖരാത്തി ബംഗ്ലാവിലെ കസേര മോഷ്ടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. സംശയമുണ്ടോ? എനിക്ക് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു. സംശയം ആകെ പോപ്പറ്റിന് മാത്രമേ ഉണ്ടാവാറുള്ളൂ. സാറിന് എപ്പോഴാ സംശയം തോന്നി തുടങ്ങിയത്? അതെന്താ, അവന്റെ കോപ്പിറൈറ്റ് ആണോ? മറ്റാരൊന്നും പറയാൻ പാടില്ലെന്നുണ്ടോ? പക്ഷെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. വിശ്രമിക്കാനുള്ള ഒരു കസേര മോഷ്ടിക്കാൻ ഇവരെന്തിനാണ് ഇത്രയും പ്ലാൻ ചെയ്യുന്നത്? വിശ്രമിക്കുന്ന കസേരയോ? അതെ, അവർ ഹെറാത്തി ബംഗ്ലാവ് കാരണവരുടെ വിശ്രമിക്കുന്ന കസേര മോഷ്ടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അത് സ്വർണത്തിന്റെ കസേരയാണ്. എന്നിട്ട് ഇവര് പറഞ്ഞത് അത് കാരണവരുടെ കസേരയാണെന്നാണല്ലോ. അപ്പൊ ഈ സ്വർണ്ണം ആരാണ്? സ്വർണ്ണ കസേര എന്ന് പറഞ്ഞാൽ അത് ഗോൾഡിന്റെതാണ്. ഏകദേശം 50 കോടി രക്തവും അതിൽ പതിച്ചിട്ടുണ്ട്, അറിയാമോ? എന്താ? അതെങ്ങനെ പോയാൽ എന്റെ ജോലി തെറിക്കും. എന്റെ കസേരയെ ഞാൻ രക്ഷിക്കണം. പക്ഷെ സാറ് കുറച്ചു മുമ്പ് പറഞ്ഞത് ഹെറാത്തി ബംഗ്ലാവിലെ കാരണവരുടെ കസേര കളവ് പോകുന്നല്ലേ? നിങ്ങൾ ആ കസേര രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ എന്റെ കസേര രക്ഷപ്പെട്ടോളും. അതെന്താ, സാറിരിക്കുന്ന കസേര ആ കസേരയായിട്ട് വല്ല അറ്റാച്ച്ഡ് ആണോ? നീ രക്ഷപ്പെടുത്തണ്ട, എന്റെ കസേര ഞാൻ തന്നെ രക്ഷപ്പെടുത്തിക്കൊള്ളാം. പാണ്ട സാറേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കാര്യം കമ്മീഷണറോട് പറയാത്തത്? തെളിവുകളില്ലാതെ അദ്ദേഹം ഒന്നും അംഗീകരിക്കില്ല. ഈയിടെയായിട്ട് അയാളുടെ ബുദ്ധിക്കകത്ത് നന്നാക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. സാർ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ആ 2 കള്ളന്മാരെയും കൈയോടെ പിടിച്ച് ഞങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കും. നിങ്ങൾ പിടിക്കുമല്ലോ അല്ലേ? തീർച്ചയായും. ഡ്യൂട്ടിക്കായി ഖറാത്തി ബംഗ്ലാവിലേക്ക് നിങ്ങൾ അവരെ അയക്കൂ, ബാക്കി ഞാൻ നോക്കിക്കോളാം. സേഠ്ജി, വ്യത്യസ്തമായ വെറൈറ്റിയിലുള്ള 4 ഡിഷസ് റെഡിയാണ്. കോൺസ്റ്റബിൾ, 2 ദിവസത്തേക്ക് ഞാൻ ഇവിടെ കാണില്ല. ഇവിടുന്ന് എന്തൊക്കെ മോഷണം പോയാലും എന്റെ മുത്തശ്ശന്റെ കസേര മാത്രം മോഷണം പോവരുത്. സാറൊന്നും കൊണ്ട് പേടിക്കണ്ട, ഞങ്ങളിവിടെ കാവലുണ്ടാവും. ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇവർ നിന്നെ ഭദ്രമായി സൂക്ഷിച്ചോളും. സേഠ്ജി 2 ദിവസത്തേക്ക് പുറത്തേക്ക് പോയി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് അവധി എടുത്തോളൂ. താങ്ക് യു സാർ. അതെ, അപ്പൊ ഭക്ഷണം ആരുണ്ടാക്കും?
ഞാൻ ഉണ്ടാക്കിക്കോളാം. ഞാൻ കോൺസ്റ്റബിൾ ആവുന്നതിന് മുമ്പ് ഒരു ഹുക്കായിരുന്നു. എന്തോന്ന് ഹുക്കോ? അതെ, ഹുക്ക് എന്ന് പറഞ്ഞപ്പോൾ അറിയാതെ ഒരു കോട്ടുവാ വന്നു. അതാണ് ഹുക്കായി പോയത്. ഇന്ന് ഇവിടുത്തെ ഡ്യൂട്ടിയോടൊപ്പം നമ്മൾ പാർട്ടിയും നടത്തും. വേഗം കൊണ്ടുവരൂ, വേഗം കൊണ്ടുവരൂ. നല്ല ചൂടുള്ള സമൂസ. ചൂടോടെ കഴിച്ചാൽ നല്ല രുചിയോടെ കഴിക്കാം. വരൂ, നമുക്ക് എല്ലാവർക്കും കഴിക്കാം. Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Powerful power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Choma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഞാൻ ഇത്രയും സ്വാദിഷ്ടമായ സമൂസ ഇതിനു മുമ്പ് ഒരിക്കലും കഴിച്ചിട്ടേ ഇല്ല. അതെ അതെ, ഞാനും. വല്യുണ്ണി, നമ്മുടെ പണി തുടങ്ങിയാലോ? ഉറക്കഗുളിയെ കലക്കി കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു 3 മണിക്കൂറത്തേക്ക് ഇവിടെ ശല്യം ഉണ്ടാകില്ല. വാ, ആ കസേര എടുത്തോണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിടാം. വല്യുണ്ണി, ഇത് കറണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു അടിപൊളി കസേരയാണ്. ഈ കസേര നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഇനി കസേര കൊണ്ട് നമുക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ രക്ഷപ്പെടാം. കൊള്ളാം വല്യുണ്ണി. വല്യുണ്ണി, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി വല്യുണ്ണി. ഈ കമ്പി അഴികളാണെങ്കിൽ ഒന്ന് അനങ്ങുന്നു പോലും ഇല്ല. എന്തെങ്കിലും ചെയ്. ഇവർക്ക് ബോധം വന്നാൽ ജയിലിൽ ബോധം കെട്ട് കിടക്കുന്നത് നമ്മളായിരിക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. അടിപൊളി. അടുത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് കസേരയെ കൊണ്ട് നമുക്ക് ഇവിടുന്ന് മുങ്ങാം. ഏറ്റവും വലിയ പ്രശ്നം ദാ ഇപ്പോഴാണല്ലോ വന്നത്. സംശയമുണ്ടോ? നിങ്ങൾ എന്തായാലും വന്നു. ഇനി ജീവനോടെ തിരിച്ച് ഈ ബംഗ്ലാവിൽ നിന്ന് പോകുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം. വലിയ കഴുതയാണല്ലോ. നിങ്ങൾ സ്വയം ചിന്തിക്കേണ്ടത് ഞങ്ങളോട് ചിന്തിച്ചെടുക്കാൻ പറയുവാണോ? ഇപ്രാവശ്യം നിങ്ങൾ കൊച്ചുണ്ണിയുടെ മറ്റുണ്ണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. കൊച്ചലിയ, നീ കൊച്ചിനെ മൂക്കിനിട്ടിടിക്കേ. ഞാൻ വലുതല്ലേ, അതുകൊണ്ട് ഞാൻ വെല്ലുവിളിയെ നോക്കിക്കോളാം. ആ പ്ലാൻ എന്തായാലും കൊള്ളാം. ഇറ്റ് ഈസ് ആക്ഷൻ ടൈം. സംശയമുണ്ടോ? വേഗം ചെല്ലന്റെ കൂട്ടുകാരെ, അവന്മാരുടെ മോന്തയുടെ ഷേപ്പ് അങ്ങ് മാറ്റേ. ഇത് cheating ആണ്. അയ്യോ, നിങ്ങൾ ആ തോക്കെടുത്ത് അബദ്ധമൊന്നും കാണിച്ചേക്കരുത്. അതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം മൊത്തം പൊട്ടിപ്പോവും. ഞാനിത് കൊണ്ട് വെടിവെക്കാനല്ല, നിനക്കിട്ട് 2 തരാൻ വേണ്ടി എടുത്തത്. നിക്ക്. അയ്യോ. പോപ്പട്ട്, ഇന്നാ പിടിച്ചോ. നീ പോപ്പറ്റാണോ അതോ നീരാളിയാണോ?
അയ്യോ അയ്യോ ഞാൻ വെള്ളം കൊണ്ട് വന്നതാണ് കൊച്ചലിയ എന്നാ വെള്ളം അയ്യോ വലിയ നീ ആയിരുന്നോ? എടാ കൊച്ചുണ്ണി നീ ഇതെങ്ങോട്ടാ ഓടുന്നേ? ഇനി നിനക്കേതായാലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. കണ്ടില്ല കമ്മീഷണർ സാർ, ഇതാണ് നിങ്ങളുടെ കോൺസ്റ്റബിൾ ഒക്കെ ചെയ്യുന്ന പണി. കൊച്ചുണ്ണി വലിയുണ്ണി നിങ്ങൾ എന്റെ വിഷസ് ആണ് തകർത്ത് കളഞ്ഞത്. വിശ്വസ് തകർത്തെന്നോ? അതെങ്ങനെ തകർക്കാൻ പറ്റുക? ഹണി വിശ്വാസം വിശ്വാസം തകർത്ത് കളഞ്ഞെന്നാ പറഞ്ഞേ. ഓ അതെ, അറസ്റ്റ് ചെയ്യ്. താങ്ക് യു കുട്ടികളെ, നിങ്ങൾ എല്ലാരും ചേർന്ന് വീണ്ടും ഒരു വലിയ ക്രൈം നടക്കാതെ രക്ഷിച്ചിരിക്കുകയാണ്. അതെ, സബാഷ്. ഞാൻ ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ശിക്ഷ ഇവർ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇവര് ജയിലിൽ പോയി കിടന്നാലും നന്നാവാൻ പോകുന്നില്ല. കാരണം കമ്മീഷണർ സാർ നാളെ ജയിലിൽ ബോധവൽക്കരണ ക്ലാസ് നടത്താൻ പോവല്ലേ.